Dear students, a very good morning to all. So, last വീഡിയോ മോഡ്യൂളിൽ നമ്മൾ 12th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ സൊല്യൂഷൻസിലെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മൂന്നെണ്ണം ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ തന്നെ 3 സാമ്പിൾ പ്രോബ്ലംസ് ഡയറക്റ്റ് സിമ്പിൾ ന്യൂമറിക്കൽസ് ഡിസ്കസ് ചെയ്യുകയുമായിരുന്നു ചെയ്തത്. കമ്മിങ് ടു ഫോർത്ത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് കാൾഡ് ദ ഓസ്മോട്ടിക് പ്രഷർ. നമ്മൾ പഠിക്കുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. ഓസ്മോട്ടിക് പ്രഷർ പഠിക്കണമെങ്കിൽ വി ഷുഡ് നോ അബൌട്ട് വാട്ട് ഈസ് ഓസ്മോസിസ് ആൻഡ് വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോസിസ് നിങ്ങൾ ബയോളജി സ്ട്രീമിലുള്ള ബയോളജി ഗ്രൂപ്പ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഓസ്മോസിസ് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും. കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഓസ്മോസിസ് ഒരു ബയോളജിക്കൽ പ്രോസസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫ്ലോ ഓഫ് solvent molecules from pure solvent to solution through a semi-permeable membrane, or it is the flow of solvent molecules from lower concentration side to a higher concentration side through a semi-permeable membrane. അപ്പോൾ സോൾവെന്റ് മോളിക്യൂൾസ് എവിടെയായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്? പ്യുവർ സോൾവെന്റിലാണ് സോൾവെന്റ് മോളിക്യൂൾസ് കൂടുതൽ. കാര്യം അവിടെ സോൾവെന്റ് മാത്രമല്ലേ ഉള്ളൂ. എന്നാൽ സൊല്യൂഷന്റെ അകത്ത് ഒരിക്കലും സോൾവെന്റിന്റെ അത്രയും സോൾവെന്റ് കാണുമോ? ഇല്ല. അപ്പോ എന്ത് ചെയ്യും? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞ മോളിക്യൂൾസ് മൂവ് ചെയ്യും. ഇത് മൂവ് ചെയ്യുന്നത് ഒരു മെംബ്രെയിൻ, ഒരു മതിൽ പോലത്തെ ഒരു മെംബ്രെയിനിൽ കൂടെയാണ്. ആ മെംബ്രെയിൻ ആണ് നമ്മൾ പ്രത്യേകം SPM എന്ന് വിളിക്കും. ഇറ്റ് ഈസ് കാൾഡ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. ജസ്റ്റ് ഡെഫിനിഷന് വേണ്ടി പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. ഇനി എപ്പോഴും സൊല്യൂഷൻ എവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? ഹയർ ടു ലോവറിലേക്കാണ് പോകുന്നത്. പക്ഷേ നമ്മൾ സപ്പോസ് എ മെംബ്രെയിൻ ദാറ്റ് അലോസ് ദ പാസേജ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഒൺലി ഈസ് കാൾഡ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇഷ്ടംപോലെ ബയോളജിക്കൽ എക്സാമ്പിൾസ് ഉണ്ട്. എഗ് മെംബ്രെയിൻ ഉണ്ട്, ആൾ അനിമൽ ആൻഡ് പ്ലാന്റിന്റെ സെൽസിന്റെ മെംബ്രെയിൻ ഉണ്ട്. സെല്ലുലോസ് അസറ്റേറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആർട്ടിഫിഷ്യൽ SPM. ഇത് മിക്കപ്പോഴും ഉള്ള കോമ്പറ്റേറ്റീവ് നീറ്റ് കീം പോലുള്ള എൻട്രൻസ് എക്സാംസും ചോദിച്ചിട്ടുള്ളതാണ്. എക്സാമ്പിൾ ഫോർ ആർട്ടിഫിഷ്യൽ SPM. SPM ഈസ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. എക്സാമ്പിൾ ഏതാ? സെല്ലുലോസ് അസറ്റേറ്റ്. ഓക്കെ. അപ്പോ ഞാൻ ജസ്റ്റ് ഒരു കണ്ടീഷൻ പറയാം. ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഞാനൊരു കണ്ടെയ്നർ എടുത്തു. ആ കണ്ടെയ്നറിനെ ഞാൻ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് നടുക്ക് വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്തു. ആ പാർട്ടീഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പ്യുവർ വാട്ടർ ആണുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ സാൾട്ട് സൊല്യൂഷൻ ആണ്. സാൾട്ട് സൊല്യൂഷനിലെയും സോൾവെന്റ് ആരാ? വാട്ടർ ആണ്. എവിടെയായിരിക്കും വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഹൈ? പ്യുവർ വാട്ടറിന്റെ സൈഡിൽ. സാൾട്ട് സൊല്യൂഷനിലും വാട്ടർ ഉണ്ട്, പക്ഷേ അതിന്റെ കോൺസെൻട്രേഷൻ അവിടെ കുറവാണ്. ആരെ കാട്ടി? പ്യുവർ വാട്ടറിന്റെ സൈഡിനെ കാട്ടി. ഓക്കെ. അപ്പോൾ ഈ വാട്ടർ, പ്യുവർ വാട്ടറിലെ വാട്ടർ മോളിക്യൂൾസ് എവിടെ നിന്ന് എങ്ങോട്ട് നാച്ചുറൽ ആയിട്ട് ഒഴുകും? വാട്ടറിന്റെ, പ്യുവർ വാട്ടറിന്റെ സൈഡിൽ നിന്ന് സാൾട്ട് വാട്ടറിന്റെ സൈഡിലേക്ക് ക്രോസ് ചെയ്യും. ഏത് വഴി? സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി. ഇതെന്ത് പ്രോസസ് ആയിരിക്കും? ഓസ്മോസിസ് ആയിരിക്കും. ഇപ്പോൾ ഈ മെംബ്രെയിനിൽ ഒരു പ്രഷർ അനുഭവപ്പെടുന്നു. ദാറ്റ് ഈസ് എ നോർമൽ പ്രഷർ. ഈ പ്രഷർ ഒരു 5 ബാർ പ്രഷർ ആണെന്ന് വിചാരിക്കുക. ഞാൻ ഇതിന്റെ മണ്ടയിൽ ഒരു 5 5 എബോവ് പ്രഷറോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലോ റിവേഴ്സ് ആവും. എന്ന് പറഞ്ഞാൽ സാൾട്ട് വാട്ടറിലുള്ള വാട്ടർ മോളിക്യൂൾസ് ആ സൈഡിൽ നിന്ന് ഒഴുകി തിരിച്ച് വാട്ടറിന്റെ സൈഡിലേക്ക് ഒഴുകാനായിട്ട് തുടങ്ങും. This process is called reverse osmosis. Okay. ഇനി സാധാ ഓസ്മോസിസ് നടക്കുമ്പോൾ ഒരു പ്രഷർ അനുഭവപ്പെടുന്നു ഞാൻ പറഞ്ഞില്ലേ? ആ പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ is defined as the excess pressure that must be applied on a solution side to stop osmosis. ഞാൻ പറഞ്ഞു ആ മെംബ്രെയിനിൽ ഇപ്പോൾ 5 ബാർ പ്രഷർ ആണ് അനുഭവപ്പെടുന്നത്. അപ്പോ ആ 5 ബാർ പ്രഷർ അനുഭവപ്പെട്ടുകൊണ്ട് ഓസ്മോസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഓസ്മോസിസ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ ഒരു 5 ബാർ പ്രഷർ അവിടെ അപ്ലൈ ചെയ്യും. അപ്പൊ ഓസ്മോസിസ് സ്റ്റോപ്പ് ആയി. സൊല്യൂഷന്റെ സൈഡ്, അതായത് സോഡിയം ക്ലോറൈഡിന്റെ സൈഡിലോട്ട് വെള്ളം പോകുന്നതേ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ വെള്ളത്തിന് ഒരു മൂവ്മെന്റും ഇല്ല. ദിസ് കണ്ടീഷനിൽ അപ്ലൈ ചെയ്ത സെമി പെർമിയബിൾ മെംബ്രെയിന്റെ മണ്ടയിൽ അപ്ലൈ ചെയ്ത പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. Or it is that pressure that just stops the flow of solvent molecules. It is denoted by the symbol pi. പൈ നിങ്ങളുടെ മാത്സിലെ സിമ്പിൾ പൈ തന്നെയാണ് ഈ പൈ. പക്ഷെ ഇവിടെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ 3.14 വാല്യൂ ഒന്നും ആരും കയറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അത് വലിയ മണ്ടത്തരമാണ്. പൈ ഇവിടെ നമ്മൾ വെറും സിമ്പിളിന്റെ പർപ്പസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്.
ഇനി ഇതൊരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. എക്സ്പെരിമെന്റലി ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി സിൻസ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ് ആൻഡ് നോട്ട് ഓൺ ദെയർ നേച്ചർ. ഓസ്മോട്ടിക് പ്രഷർ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കാരണം അത് ഡിപെൻഡ് ചെയ്യുന്നത് എന്തിനെ മാത്രമാണ്? നമ്പർ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസിനെ മാത്രമാണ്, അല്ലാതെ എന്തിനെ അല്ല? നേച്ചറിനെ അല്ല. ഇനി ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? മൊളാരിറ്റി സി. ഇവിടെ സി എന്ന് തന്നെ സി ഇവിടെ ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പല വേസ് ഉണ്ട്, പല മാർഗങ്ങളുണ്ട്. അതിൽ ഒരാളാണ് ഇത് മൊളാരിറ്റി. മോഹൻലാലിന്റെ സാധനമാണ് മൊളാലിറ്റി. ഇത് മൊളാരിറ്റി ആണ്. RITY കൺഫ്യൂസിങ് ആകരുത്. ഓക്കെ, മൊളാരിറ്റിയും ഓസ്മോട്ടിക് പ്രഷറുമാണ് ഡയറക്റ്റ് റിലേഷൻ. സോ വി ക്യാൻ റൈറ്റ് പൈ ഈസ് ഈക്വൽ ടു CRT. സിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വേർ ആർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 11th സ്റ്റാൻഡേർഡ്. ആർ ഈസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. വാല്യൂ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ, അല്ലെങ്കിൽ 0.083 ലിറ്റർ ബാർ പെർ കെൽവിൻ പെർ മോൾ. ഇനി സി കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ മൊളാരിറ്റി. മൊളാരിറ്റി ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതിന് സബ്സ്റ്റിറ്റ്യൂഷനെ കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് പൈ ഈസ് ഈക്വൽ ടു N2RT ബൈ വി എന്ന് കൊടുക്കാം. ബൈ വി പ്രിന്റിംഗ് എററിന്റെ ആണ് ഇങ്ങനെ വന്നേക്കുന്നത്. ഓർ പൈ വി ഈസ് ഈക്വൽ ടു N2RT. N2 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ ഗിവൺ വേസ്റ്റ് W2 ബൈ M2 ആണ്. കാര്യം സൊല്യൂട്ടിന്റെ ആണല്ലോ. 2 എന്ന് പറഞ്ഞാൽ അത് സൊല്യൂട്ടിനെ ആണല്ലോ മീൻ ചെയ്യുന്നത്. സോ പൈ വി ഈസ് ഈക്വൽ ടു W2RT ബൈ M2 എന്ന് പറയും. അതിൽ വി ആരാ? വോളിയം ഓഫ് ദ സൊല്യൂഷൻ. W2 ആരാ? mass of the solute. M2 ആരാ? molar mass of the solute. So by knowing all these values, we can put up and make an expression for molecular mass of the solute. M2 is equal to W2RT by pi V. What is R? Universal gas constant. What is T? Temperature in Kelvin. What is pi? Osmotic pressure. What is V? Volume in liter. So നമ്മൾ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ തിയറി ഫിനിഷ് ചെയ്യും. ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ ഏറ്റവും ബെറ്റർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് ഓൺലി വൺ, ആൻഡ് ആ ആൻസർ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ ആണ്. സോ എങ്ങനെയാണ് ഓസ്മോട്ടിക് പ്രഷർ ഒരു നല്ല കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഓർ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ഓവർ അതർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റ്? മറ്റുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യുന്നതിനെക്കാട്ടി, അല്ലെങ്കിൽ മറ്റുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കാട്ടി എന്ത് അഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ ഫോർത്ത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയ ഓസ്മോട്ടിക് പ്രഷറിന് ഉള്ളത് എന്ന് ചോദിച്ചാൽ, ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ക്യാൻ ബി ഡൺ അറ്റ് റൂം ടെമ്പറേച്ചർ. നമുക്ക് ഏത് ടെമ്പറേച്ചറിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യാം. അതേപോലെ ഹിയർ മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. മൊളാരിറ്റി RITY ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട 2 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നമ്മൾ ഉപയോഗിച്ചത് ഏതാ? മൊളാലിറ്റി ആണ്. ഇനി മൊളാരിറ്റി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. which can be determined easily. The magnitude of osmotic pressure is large even for dilute. ഒരു വളരെ തരി സൊല്യൂട്ട് ഇട്ടാൽ പോലും അതിന്റെ ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ വളരെ വളരെ ഹൈ ആയിരിക്കും. This method can be used for the determination of molar mass of biomolecules which are generally not stable at higher temperature, and for polymers which have poor solubility. അതായത് നമുക്ക് ചിലപ്പോ ഈ പറഞ്ഞ ഫോറൻസിക് അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് ബയോമോളിക്യൂൾസ് ഒക്കെ എത്രമാത്രം ഒരു സോൾവെന്റിൽ ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാനും നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത്? ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഓസ്മോസിസ് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഞാൻ അതും കൂടിയാണ് ഈ ഒരു വീഡിയോ മോളിൽ ഡിസ്കസ് ചെയ്യുന്നത്. റാ മാംഗോ പ്ലേസ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് സാൾട്ട്. നിങ്ങൾ ഉപ്പ് ഇപ്പൊ ഈ വേനൽക്കാലത്ത് നിങ്ങൾ മാങ്ങയൊക്കെ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഭരണിയിൽ ഉപ്പുവെള്ളത്തിൽ മാങ്ങ ചെത്തിപ്പൂളി അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. റാ മാംഗോ പച്ചമാങ്ങ. റാ മാംഗോ മീൻസ് പച്ചമാങ്ങ പ്ലേസ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ ലോസസ് വാട്ടർ ആൻഡ് സ്ട്രിങ്ക്. അത് കണ്ണിമാങ്ങ പോലെ ആയിട്ട് മാറും. വിൽറ്റഡ് ഫ്ലവേഴ്സ് റിവൈവ് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രഷ് വാട്ടർ. അതായത് നമ്മൾ ഒന്ന് വാടിയതുപോലെ തോന്നുന്ന ഫ്ലവേഴ്സ് നമ്മൾ എടുത്ത് നല്ല ഫ്രഷ് വാട്ടറിൽ കുറച്ച് നേരം വെച്ചിരുന്നു. അതിന് കുറച്ചും കൂടെ പുഷ്ടി വന്നത് ഫ്രഷ് ഉള്ളതായിട്ട് തോന്നും. ഇനി ബ്ലഡ് സെൽസ് കൊളാപ്സ് വെൻ സസ്പെൻഡഡ് ഇൻ സലൈൻ വാട്ടർ. നമ്മുടെ ബ്ലഡ് സെൽസ് RBC WBC ഒക്കെ എടുത്ത് നമ്മൾ സലൈൻ വാട്ടറിൽ സസ്പെൻഡ് ചെയ്താൽ, നിങ്ങൾ അതൊക്കെ ചിലപ്പോൾ മെഡിസിൻ ഒക്കെ എടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ MBBSലൊക്കെ ചെയ്യുന്ന ഒരു പ്രാക്ടിക്കലാണത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണ്. ബ്ലഡ് സെൽസിനെ നിങ്ങൾ എടുത്ത് നോർമൽ സലൈനിൽ വെക്കും ടു നോ ഹൗ ദ ബ്ലഡ് സെൽസ് ബിഹേവ് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് ചെയ്യും? കൊളാപ്സ് ചെയ്യും, ഷ്രിങ്ക് ചെയ്യും. പിന്നെ ദ പ്രിസർവേഷൻ ഓഫ് മീറ്റ് ബൈ സാൾട്ടിങ്. നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പറഞ്ഞ പാക്കേജ്ഡ് മീറ്റ് ഒക്കെ മേടിക്കുമ്പോഴത്തേക്ക് അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപ്പിട്ടാണ് വെക്കുന്നത്. ആൻഡ് ഫ്രൂട്ട്സ് ബൈ ആഡിങ് ഷുഗർ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ബാക്ടീരിയൽ ആക്ഷൻ.
through the process of osmosis, because a bacteria on salted meat or canned fruit loses water, shrinks and die. ബാക്ടീരിയ സെൽ ഈ സാൾട്ടിന്റെ പ്രസൻസ് കാരണം, ഇൻ കേസ് നമ്മൾ എടുത്ത ഫ്രൂട്ടിൽ ബാക്ടീരിയ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതിന് വളർന്ന് വലുതായി പെറ്റ് പെരുകാൻ പറ്റത്തില്ല. ആ സെല്ല് ഷ്രിങ്ക് ചെയ്ത് ലൂസായി ആ ബാക്ടീരിയ ചത്തുപോകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ മോഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ചാപ്റ്ററിന്റെ ഒരു പോർഷൻസ് ഒക്കെ, അടുത്ത പോർഷൻസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Till then, goodbye, have a nice day. Okay.